നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വല്യമ്മമാരെ കെട്ടിപ്പിടിച്ചും കുഞ്ഞുങ്ങളുടെ മൂക്ക് പിടിഞ്ഞുമൊക്കെ സതീശൻ നടത്തുന്ന അജനകീയത ഇതൊക്കെ നമ്മൾ പലവട്ടം കണ്ടതാണ്. വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിയിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്ന ചിലതുണ്ട്. LDF സർക്കാരും പിണറായി വിജയനും ഏറ്റവും അധികം പഴികേട്ടത് പിൻവാതിൽ നിയമനങ്ങളുടെ പേരിൽ ബന്ധുക്കളെയും വേണ്ടപ്പെട്ടവരെയുമൊക്കെ അവർ പിൻവാതിലിലൂടെ തിരികെ കയറ്റി. കരാറുകാർ എന്ന പേരിൽ വലിയ തോതിൽ ജീവനക്കാരെ തിരികെ കയറ്റി. ഏറ്റവും ക്രൂരത അവർ നടത്തിയത് പേഴ്സണൽ സ്റ്റാഫ് നിയമനങ്ങളിലൂടെയാണ്. മിക്ക മന്ത്രിമാരും 2.5 വർഷത്തേക്ക് ആദ്യഘട്ടത്തിൽ പേഴ്സണൽ സ്റ്റാഫിനെ നിയമിച്ചു. 2.5 വർഷമായപ്പോൾ അവർ പുറത്തിറങ്ങി. മറ്റൊരു കൂട്ടർ വീണ്ടും പേഴ്സണൽ സ്റ്റാഫായി നിയമിതരായി. പേഴ്സണൽ സ്റ്റാഫിന് കിട്ടുന്ന പെൻഷൻ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഇപ്പോഴിതാ പുതിയ മന്ത്രിസഭ കടുത്ത തീരുമാനങ്ങളുമായി രംഗത്തെത്തി. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് ഇനി മുതൽ പെൻഷൻ കിട്ടണമെങ്കിൽ 4 വർഷം സർവീസ് നിർബന്ധിതമാക്കി. നിലവിൽ 2 വർഷം സർവീസ് ഉണ്ടെങ്കിൽ പെൻഷന് അർഹതയുണ്ട്. 2 വർഷത്തിൽ കൂടുതൽ സർവീസ് കാലയളവ് അവരുടെ പേരിലുണ്ടെങ്കിൽ 3 വർഷമായി ഇത് കണക്കാക്കി പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകും. ചുരുക്കത്തിൽ ഒരു മന്ത്രിസഭയുടെ ഏതാണ്ട് ഭൂരിഭാഗം കാലത്തും സർവീസ് ഉണ്ടെങ്കിൽ മാത്രം പെൻഷൻ നൽകിയാൽ മതി എന്നാണ് ഇപ്പോൾ സർക്കാർ കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം. ഇതോടെ 2 വർഷം കഴിയുമ്പോൾ നിലവിലുള്ളവരെ ഒഴിവാക്കി പുതിയ ആളുകളെ നിയമിച്ച് 2 കൂട്ടർക്കും പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്ന ആ രീതിക്ക് തടയിട്ടിരിക്കുന്നു. ഇത് സംബന്ധിച്ച നിർദ്ദേശം മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നൽകിക്കഴിഞ്ഞു. വി.ഡി. സതീശന് ഈ കാര്യത്തിൽ തീർച്ചയായും നമ്മൾ കയ്യടി കൊടുക്കണം. പുതിയ നിബന്ധനയ്ക്ക് മുൻകാല പ്രാബല്യം ഏർപ്പെടുത്തിയിട്ടില്ല. നിലവിൽ 4 വർഷത്തിൽ കുറവുള്ള സർവീസിന് പെൻഷൻ ലഭിക്കുന്നവർക്ക് അത് തുടർന്നും ലഭിക്കും. മുഖ്യമന്ത്രി, മന്ത്രിമാർ, ചീഫ് തുടങ്ങിയ പദവികളിലുള്ളവരുടെ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ ലഭിക്കുന്നത് കേരളത്തിൽ മാത്രം. സുപ്രീം കോടതിയും CAGയും ഒക്കെ മുൻപ് ഇത്തരമൊരു സമ്പ്രദായത്തെ നിശ്ചിതമായി വിമർശിച്ചിരുന്നു. കഴിഞ്ഞ ശമ്പള പരിഷ്കരണ കമ്മീഷൻ പെൻഷൻ നൽകണമെങ്കിൽ 4 വർഷമെങ്കിലും സർവീസ് ബാധകമാക്കണമെന്ന് നിർബന്ധ ബുദ്ധിയ ഉപദേശവും നൽകിയിരുന്നു. കേരളത്തിൽ അനുവർത്തിക്കുന്ന ചില രീതികൾ നമ്മളെ അത്ഭുതപ്പെടുത്തി കളയും. കേന്ദ്ര ക്യാബിനറ്റിൽ മന്ത്രിമാർക്ക് 15 പേരെ മാത്രമേ പേഴ്സണൽ സ്റ്റാഫായി നിയമിക്കാൻ കഴിയൂ. ഇനി തമിഴ്നാട്ടിലെ സ്ഥിതി ഒന്നെടുത്താൽ ഒരാളെ മാത്രമേ സ്വന്തം ഇഷ്ടപ്രകാരം നിയമിക്കാൻ കഴിയൂ. ബാക്കിയുള്ളവർ സർക്കാർ സർവീസിൽ നിന്നുള്ളവരാകണം. കർണാടകയിൽ 14 പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ സ്വന്തം നിലയിൽ നിയമിക്കാം. എന്നാൽ കേരളത്തിൽ 25 പേരെ പേഴ്സണൽ സ്റ്റാഫ് ആക്കാം. അതിൽ 17 പേരെ സ്വന്തം ഇഷ്ടപ്രകാരം നിയമിക്കാം. മിനിമം പെൻഷനായി 4750 രൂപയെങ്കിലും ഇവർക്ക് ലഭിക്കും. ഏതാണ്ട് 400ഓളം പേർ വിവിധ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായി വിലസുന്നു. ചെറുപ്രായത്തിൽ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമാകുകയും പിന്നീട് ജീവിതകാലം മുഴുവൻ പെൻഷൻ നേടിയെടുക്കുകയും ചെയ്യുന്ന ഒരു സൂത്രവിദ്യ. ഈ ഒരൊറ്റ കാരണത്താലാണ് ഈ പേഴ്സണൽ സ്റ്റാഫ് സംവിധാനത്തെ നിശ്ചിതമായി ജനം വിമർശിക്കുന്നത്. രാഷ്ട്രീയക്കാർക്ക് തങ്ങളുടെ ഇഷ്ടക്കാർക്ക് ജീവിതകാലം മുഴുവൻ പണം നൽകാനുള്ള ഒരു ഉപാധി. 1994 കെ കരുണാകരനാണ് സർക്കാരിൽ മന്ത്രിമാരുടെ സ്റ്റാഫിന് പെൻഷൻ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കുന്നത്. 1982 മുതൽ മുൻകാല പ്രാബല്യവും അതിന് നൽകി. ഇനി ശമ്പളത്തിൻ്റെ കണക്കെടുത്താൽ 2.5 ലക്ഷം രൂപ വരെ ശമ്പളം പറ്റുന്ന പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ. പേഴ്സണൽ സ്റ്റാഫിൻ്റെ ചിലവിനായി ശമ്പള ഇനത്തിൽ പിണറായി വിജയൻ സർക്കാർ മാർച്ച് മാസത്തിൽ മാത്രം ചിലവിട്ടത് 4,62 ലക്ഷം രൂപ. 523 സ്റ്റാഫ് അംഗങ്ങളിൽ 11 പേർ വാങ്ങിയിരുന്നത് 2 ലക്ഷത്തിലേറെ പ്രതിമാസം. 2,47,625 രൂപ ശമ്പളം വാങ്ങിയിരുന്ന പ്രൈവറ്റ് സെക്രട്ടറി വരെ ആ കൂട്ടത്തിലുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലാവട്ടെ സീനിയർ ലീഗൽ കൗൺസിൽ, വൈദ്യുതി, സഹകരണ, ജലവിഭവ മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർ, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാർ 6 പേർ എന്നിവർ 2 ലക്ഷത്തിലധികം രൂപയാണ് ശമ്പള ഇനത്തിൽ കൈപ്പറ്റിയിരുന്നത്. ഇവരെയെല്ലാം കൂടി വാരിത്തീറ്റിക്കാൻ മാർച്ച് മാസം നമ്മൾ ഖജനാവിൽ നിന്ന് ചെലവിട്ടത് 4,62,30,922 രൂപ. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്ന ഫണ്ടിൽ നിന്നാണ് ഇവരെയും നമ്മൾ തീറ്റിപ്പോറ്റിയത്. പേഴ്സണൽ സ്റ്റാഫിന് നിലവിലുള്ള കുറഞ്ഞ പെൻഷൻ 3,350 രൂപ, ഉയർന്ന പെൻഷൻ 83,400 രൂപ. ഈ പെൻഷൻ ശമ്പളയിന ചെലവുകൾക്ക് പുറമെയാണ് ഖജനാവിൽ നിന്ന് നമ്മൾ ചെലവിടുന്നത്. 2022 ആരിഫ് മുഹമ്മദ് ഖാൻ
പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ നിയമനത്തിനെതിരെ അന്ന് കട്ടയ്ക്ക് പ്രതികരിച്ചു. ഇതോടെയാണ് പൊതുജനം മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്ക് നൽകുന്ന ശമ്പളത്തെക്കുറിച്ചും പെൻഷനെക്കുറിച്ചുമൊക്കെ പരസ്യമായി ചർച്ച ചെയ്തു തുടങ്ങിയത്. 7% DA, 10% HRA, ഇതിനു പുറമെ മെഡിക്കൽ റീഎംബേഴ്സ്മെന്റ്, ക്വാർട്ടേഴ്സുകൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നമ്മൾ നൽകുന്ന ആനുകൂല്യങ്ങളാണ് എന്ന് ധരിച്ചു പോകും. എന്നാൽ യാതൊരുവിധ വിദ്യാഭ്യാസ യോഗ്യതയും വേണ്ടാത്ത മന്ത്രിമാരുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്ക് നമ്മൾ നൽകുന്ന ആനുകൂല്യങ്ങളാണ് ഇതൊക്കെ. മന്ത്രിമാർക്ക് വിദ്യാഭ്യാസ യോഗ്യതയൊന്നും നിർബന്ധമല്ല. ജനപ്രതിനിധികളായ അവർക്ക് ശമ്പളം സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിഭാഗത്തിൽ നിന്നുമല്ല. എന്നാൽ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ കാര്യമെടുത്താൽ അതിനേക്കാൾ വിചിത്രം, അവർക്കും വിദ്യാഭ്യാസ യോഗ്യതയൊന്നും നിഷ്കർഷിച്ചിട്ടില്ല. സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻ ലഭിക്കണമെങ്കിൽ 30 വർഷത്തെ സർവീസെങ്കിലും ഉണ്ടാകണം. അതിൽ കുറവാണെങ്കിൽ സർവീസ് കാലയളവിലെ പെൻഷൻ മാത്രമാണ് അവർക്ക് ലഭിക്കുന്നത്. ശമ്പള സ്കെയിൽ പ്രകാരം നിയമിക്കപ്പെടുന്ന സർക്കാർ ജീവനക്കാർക്ക് വ്യവസ്ഥ പ്രകാരമുള്ള യോഗ്യതകൾ നിർബന്ധമാണ്. എന്നാൽ മറുവശത്ത് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായി നിയമിക്കപ്പെട്ടാൽ 2 വർഷത്തെ സർവീസ് മതി, അവർക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും. ചുരുക്കത്തിൽ പല തരത്തിൽ അയോഗ്യരായവരെ രാഷ്ട്രീയ പ്രവർത്തകർ എന്നതിൻ്റെ പേരിൽ പ്രത്യേക പരിഗണന വെച്ച് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായി നിയമിക്കുന്നു. പഴയ മന്ത്രിസഭയുടെ കാലത്ത് ബന്ധുക്കളെയും ബന്ധുക്കളുടെ മക്കളെയുമൊക്കെ ഇത്തരത്തിൽ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായി തിരികെ കയറ്റിയിരുന്നു. കുക്കുമാരായി വരെ മരുമക്കളെ തിരികെ കയറ്റിയ സംഭവങ്ങൾ കേരളത്തിലുണ്ട്. പ്രൈവറ്റ് സെക്രട്ടറിയും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും ഒക്കെ ആയാൽ ലക്ഷങ്ങളാണ് ശമ്പളം. വിമാനയാത്ര വരെ ഇവർക്ക് സൗജന്യം. 2 വർഷം സർവീസിലിരുന്നാൽ പോലും 3 വർഷ കാലയളവ് കൂട്ടിയാണ് പെൻഷൻ കണക്കാക്കുന്നത്. പേഴ്സണൽ സ്റ്റാഫുകളിലെ ബമ്പർ പ്രൈസ് എന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്രട്ടറി, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി, സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി എന്നീ പോസ്റ്റുകൾ. വർഷങ്ങളോളം കുത്തിയിരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് IAS ഒക്കെ ലഭിച്ചു വരുന്ന ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്ന അതേ ആനുകൂല്യങ്ങളും ശമ്പളങ്ങളും ഇവർക്ക് ലഭിക്കുന്നു. പ്രൈവറ്റ് സെക്രട്ടറിമാർക്കും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാർക്കും ഒക്കെ ലഭിക്കുന്നത് 1,07,800 മുതൽ 1,60,000 വരെ ശമ്പളം. ചിലർക്കത് 2 ലക്ഷത്തിലേറെ. ഏറ്റവും കുറവ് വേതനം ലഭിക്കുന്നത് പാചകക്കാരാണ്. അവരുടെ ശമ്പളം കേട്ട് നിങ്ങൾ കരയരുത്. 50,200 രൂപ വരെ. 70,000 രൂപയ്ക്ക് മുകളിൽ ശമ്പളം വാങ്ങുന്നവർക്ക് ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ യാത്ര. ഇനി 77,000 രൂപയ്ക്ക് മുകളിൽ ശമ്പളം വാങ്ങുന്നവരാണെങ്കിലോ അവർക്ക് വിമാന ടിക്കറ്റ് ക്ലെയിം ചെയ്യാം. മുൻപ് പിണറായി വിജയൻ തൻ്റെ സ്റ്റാഫിൽ 26 പേരെയായിരുന്നു നിയമിച്ചത്. ഇതിനു പുറമെ ഏകദേശം 30ഓളം പേരെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ഡ്യൂട്ടിക്കായി നിയോഗിക്കുകയും ചെയ്തിരുന്നു. പ്രതിപക്ഷ നേതാവിന് അനുവദിച്ചിരിക്കുന്നത് 14 സ്റ്റാഫുകൾ. ഇവരെ നിയമിക്കുന്നത് സർക്കാർ ഏജൻസിയോ റിക്രൂട്ട്മെന്റ് സംവിധാനങ്ങളോ ഒന്നുമല്ല. യാതൊരുവിധ യോഗ്യതകളും പരിശോധിക്കേണ്ട, എല്ലാം രാഷ്ട്രീയ നിയമനം. പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ 523 പേഴ്സണൽ സ്റ്റാഫുകൾ. LDF പറഞ്ഞത് ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു ഖജനാവ് തുലച്ചത്. കാരണം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായി ഉണ്ടായിരുന്നത് 623 പേർ. 28 പേരെ വരെ പേഴ്സണൽ സ്റ്റാഫായി നിയമിക്കാം എന്നതാണ് വ്യവസ്ഥ. 1994 മുമ്പ് വരെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്ക് പെൻഷൻ ആനുകൂല്യങ്ങളെ ഉണ്ടായിരുന്നില്ല. ചുരുക്കത്തിൽ കുറെ രാഷ്ട്രീയക്കാർക്ക് നമ്മുടെ ഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ വാരി വിതറുന്നു. ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഇത്തരം നടപടികൾ ഉടനടി വേണ്ടത്ര നിയന്ത്രിച്ചേ തീരൂ. സർക്കാർ സർവീസിലുള്ള ഒരുപാട് ജീവനക്കാർ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അവരുടെ സമയം കളയുന്നു. പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യേണ്ടാത്ത നിരവധി വകുപ്പുകളിൽ ഇഷ്ടം പോലെ ജീവനക്കാർ വെറുതെ കൂടിയിരിക്കുകയാണ്. അവരെ ഡെപ്യൂട്ടേഷനിൽ വിവിധ മന്ത്രിമാരുടെ ഓഫീസുകളിൽ നിയമിച്ചാൽ ഖജനാവിന് അത്രയെങ്കിലും തുക ലാഭിക്കാം. മന്ത്രിമാരൊക്കെ അധികാരമേറ്റ് തിരുവനന്തപുരത്ത് വാസമുറപ്പിച്ചതോടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളിൽ നുഴഞ്ഞ് കയറാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ സജീവമാണ് തിരുവനന്തപുരത്ത്. എന്തായാലും സതീശൻ്റെ ആദ്യ നടപടിക്ക് നമുക്ക് കൈയടിക്കാം. കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി സതീശൻ ഒരു കരുത്തുറ്റ മുഖ്യമന്ത്രിയായി മാറട്ടെ. അതല്ലാതെ വല്യമ്മമാരെ കെട്ടിപ്പിടിച്ചും കുഞ്ഞുങ്ങളുടെ മൂക്ക് പിഴിഞ്ഞുമൊക്കെ എത്ര കാലം സതീശന് പിടിച്ചു നിൽക്കാൻ കഴിയും? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.